ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഈസി മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് വെക്കാനുള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ അത്. മന്തിൻ്റെ റൈസ് നേരത്തെ ഒരു 10-15 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അതേപോലെ തന്നെ ചിക്കന് തലേന്ന് തന്നെ മാഗ്നേറ്റ് ചെയ്ത് മസാലയൊക്കെ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. നമ്മൾ നോർമൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, മസാല കൂട്ടി വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ്, ചിക്കൻ്റെ മന്തി ക്യൂബും മന്തി മസാലയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഉപ്പും ഇട്ടിട്ട് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിതപ്പം തന്നെ കുറച്ച് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും നേരം കിട്ടിയില്ല. സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ തന്നെ നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ടേസ്റ്റിന് ഒട്ടും കുറവും ഉണ്ടാവില്ല. മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഒരു കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വെക്കുക. അത് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട, സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് അതിലൊന്ന് പുരട്ടി വെക്കുക. അതിൽ കുറച്ച് അതിൻ്റെ മേലെ കൂടെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കനും ഓപ്ഷണലാണ്. സവാളയും തക്കാളിയും കൂടി അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെതറി കൊടുക്കുക. ലേസം ഒന്ന് ഇട്ടെടുക്കുക. ലേസം മതി, ഒരു തക്കാളി, ഒരു സവാള മതി. അത് അതിൻ്റെ മേലെ കൂടെ ഇട്ടാണ്ട് ഒരു വിസിൽ, 2 വിസിൽ, 1 വിസിൽ അടുപ്പിക്കുക. അതുപോലെ തന്നെ റൈസ് ഇതേപോലെ നമ്മളെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. നോർമലായി നമ്മൾ ചെയ്യുന്ന പോലെ ഏലക്ക, പട്ട, ഗ്രാമ്പു സാധനങ്ങളിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നോർമൽ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ഊറ്റിയെടുക്കുക. പകുതി വേവായിട്ട് അരി ഊറ്റിയാണ്ട് ഇതിൽ ചിക്കൻ്റെ മേലെ കൂടെ മിക്സ് ചെയ്യുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യണം കാര്യം നമ്മളെ ഇഷ്ടമാണ്. ഞാൻ റൈസിൻ്റെ മേലെ കൂടെ ലേസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നു. അതുപോലെ പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസം ഫുഡ് കളർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കനലിട്ടിട്ട് അതിൻ്റെ മേലെ ലേസം ഓയിലും കൂടി ഒഴിച്ച് അതിൻ്റെ പുകയും കൂടി കൊള്ളിച്ചിട്ട് ചോറ് സെറ്റാക്കി എടുത്തു കേട്ടോ. മന്തീൻ്റെ കൂടെ വൈറ്റ് സോസ് ഇവിടെ മക്കൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ടയും സൺഫ്ലവർ ഓയിലും ഇട്ടിട്ട് സെറ്റാക്കി, മയോണൈസും സെറ്റാക്കി എടുത്തു കേട്ടോ. വൈറ്റ് സോസ് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.